Welcome to Pharmacology Simplified by Martin. So today we are going to discuss about tetracyclines. Okay, so first point, it is composed of 4 cyclic rings. So next deliver the drugs tetracyclines, oxytetracycline, democlocycline, doxycycline, and finally minocycline. Then അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ഓൾറെഡി നമ്മളിത് പ്രോട്ടീൻ സിന്തസിസ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അമിനോ അസൈൽ ടി ആർ എൻഎയുടെ എം ആർ എൻഎയിലോട്ടുള്ള ബൈൻഡിങ്ങിന് ടെട്രാസൈക്ലിൻസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ അതാണ് ഇതിന്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. സോ ലൈക്ക് എ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. Tetracyclines bind to 30S ribosomal subunit. So next point, as I said, amino acyl tRNA എം ആർ എൻഎയിലോട്ടുള്ള ബൈൻഡിങ്ങിന് ടെട്രാസൈക്ലിൻസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ പുതിയതായിട്ടുള്ള ഒരു അമിനോ ആസിഡ് ഈ ഗ്രോവിൻ പെപ്റ്റൈഡ് ചെയിനിലോട്ട് ആഡ് ചെയ്യില്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാവുന്ന പോലെ തന്നെ ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ഇതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് പോയിന്റ് ഇതിന്റെ ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. ഇറ്റ് ഈസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഓൾ ഗ്രാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോക്കെ and effective against most gram positive bacilli, spirochetes and all Rickettsia species. Okay, next point within the absorption, that means in the pharmacokinetics ആണ്. സോ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെട്രാസൈക്ലിൻസിന് ഒരു കീലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. സോ എസ്പെഷ്യലി നമ്മൾ എന്താ പറയുക, മിൽക്ക്, ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ അയൺ പ്രിപ്പറേഷൻ, നോൺ സിസ്റ്റമിക് ആയിട്ടുള്ള അന്റാസിഡ്സ് അല്ലെങ്കിൽ സിങ്ക് പ്രിപ്പറേഷൻ, സോ ഇതൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ ടെട്രാസൈക്കിളിന്റെ അബ്സോർപ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. അപ്പൊ തന്നെ നമുക്കറിയാം അതിന്റെ ഒരു ആക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. സോ ഓൾവേസ് നമ്മൾ ടെട്രാസൈക്കിളിന്റെ ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ 1 hour ബിഫോർ ഓർ 2 hour ആഫ്റ്റർ ഫുഡ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ക്ലിനിക്കലി വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളിത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മസ്റ്റ് ആയിട്ട് ഇത് മെൻഷൻ ചെയ്യണം. സോ നെക്സ്റ്റ് കാര്യം, ഈ ഒരു ഡ്രഗിന്റെ അഡ്വൈസ് എഫക്ട്സ് ആണ്. ഫസ്റ്റ് വരുന്നത് ഓർഗൻ ടോക്സിസിറ്റി, അതിൽ തന്നെ ഹെപ്പാറ്റോടോക്സിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കിഡ്നി ഡാമേജ് ഉണ്ട്. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫാങ്കോണി സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടെട്രാസൈക്ലിൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഒരു പ്രോക്സിമൽ ട്യൂബ്യൂളിൽ വരുന്ന ഒരു ഡിസ്ഫങ്ഷൻ ആണ് ഫാങ്കോണി സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫോട്ടോടോക്സിസിറ്റി. ഇത് മെയിൻ ആയിട്ട് വരുന്നത് ഡെമോക്ലോസൈക്ലിൻ അതുപോലെ തന്നെ ഡോക്സിസൈക്ലിൻ എടുക്കുന്ന പേഷ്യൻസിലാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഈ ഫോട്ടോടോക്സിസിറ്റി റിയാക്ഷൻസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ, പെർമനന്റ് ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഓഫ് ടീത്ത്. സോ എസ്പെഷ്യലി ചിൽഡ്രൻ അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഡ്രഗിന് ഒരു കീലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അത് ദാറ്റ് ലീഡ്സ് ടു എ പെർമനന്റ് ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഓഫ് ടീത്ത്. നെക്സ്റ്റ് പോയിന്റ്, ആന്റി അനബോളിക് എഫക്ട്സ്. സോ ഇത് പ്രോട്ടീൻ സിന്തസിസിന് ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നെക്സ്റ്റ് വൺ, ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പൊ നമുക്ക് അറിയാം ആന്റി ഡയൂറിറ്റിക് ഹോർമോണിന്റെ ആക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ യൂറിന്റെ എക്സ്ക്രീഷൻ ഒക്കെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ, വെസ്റ്റിബുലാർ ടോക്സിസിറ്റി മെയിൻലി അസോസിയേറ്റഡ് വിത്ത് മിനോസൈക്ലിൻ. നെക്സ്റ്റ് വൺ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ആന്റിബയോട്ടിക്സിനെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ലൈക്ക് റാഷസ്, ഇച്ചിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് വൺ, ഇറിറ്റേറ്റീവ് എഫക്ട്സ്. സോ ദാറ്റ് മീൻസ് ഇതിന് നമ്മുടെ GAT-യിൽ ഒരു ഇറിറ്റേറ്റീവ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ നോസിയ, വോമിറ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, സൂപ്പർ ഇൻഫെക്ഷൻ. അതായത് ഈ ഒരു ആന്റിബയോട്ടിക് ക്കുന്നത് വഴി വരുന്ന ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ, അതിന് നമ്മൾ സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറയും. മെയിനായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെയാണ് വരുന്നത്. ലൈക്ക് കാൻഡിഡിയാസിസ് ഒക്കെയാണ് ഇതിൽ വരുന്ന സൂപ്പർ ഇൻഫെക്ഷൻ എക്സാമ്പിൾ. നെക്സ്റ്റ്, ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, ഇതിന്റെ പ്രിക്കോഷൻസ് ആണ്. സോ നമുക്കറിയാം മെയിനായിട്ട് ഈ ഒരു ഡ്രഗ് പ്രഗ്നൻസി അതുപോലെ ലാക്ടേഷൻ, ചിൽഡ്രനിലൊക്കെ നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു ഡ്രഗാണ്. റീസൺ ഓൾറെഡി നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയൂറിറ്റിക്സ് എടുക്കുന്ന പേഷ്യൻസിൽ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ റീനൽ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഇൻസഫിഷ്യൻസി ഉള്ളവരിൽ റീസൺ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടെട്രാസൈക്ലിൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ഫാങ്കോണി സിൻഡ്രോം. നെക്സ്റ്റ് ഇതിന്റെ യൂസസ് ആണ്. ടെട്രാസൈക്ലിന്റെ യൂസസിലോട്ട് വരുമ്പോൾ, സോ ഇറ്റ് ഈസ് ദ drug of choice in venereal disease like chlamydial non-specific urethritis, അതുപോലെ തന്നെ എൻഡോസർവൈറ്റിസ്. നെക്സ്റ്റ് വൺ, അങ്ങനെയുള്ള കുറച്ച് വെനറൽ ഡിസീസിൽ എഫക്റ്റീവ് ആണ് ഈ ഒരു ഡ്രഗ്. അതുപോലെ തന്നെ എറ്റിപ്പിക്കൽ ന്യൂമോണിയ, കോളറ, പ്ലേഗ്,
ബ്രൂസലോസിസ്. പിന്നെ സെക്കൻഡ് ചോയ്സ് ഓഫ് ഡ്രഗ്, അതായത് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് നമ്മൾ മെയിൻലി പ്രിഫർ ചെയ്യുന്നത് ലെപ്റ്റോസ്പൈറോസിസിൽ, അതുപോലെ തന്നെ കാൻക്രോയിഡില്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം തന്നെ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യും. പിന്നെ അതർ സിറ്റുവേഷൻസ് ലൈക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കമ്മ്യൂണിറ്റി അക്വേർഡ് ന്യൂമോണിയ, ഞാൻ ഷോർട്ടായിട്ട് ക്യാപ്പ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അമീബിയാസിസ്, അക്നെ വൾഗാരിസ് നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ മുഖക്കുരു എന്നൊക്കെ പറയുന്നത് അത് തന്നെ. നെക്സ്റ്റ് വൺ മലേറിയ, ലെപ്രസി ആൻഡ് ലൈം ഡിസീസ്. സോ ഇത്രയാണ് ഈ ഒരു ഡ്രഗിനെ പറ്റി വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.